നമ്പൂതിരിയാണ്. പയ്യന്നൂരിനടുത്ത് പെരിഗമന ജ്യോതിഷാലയം മന്ത്രശാല എന്നുള്ള അതിപുരാതനമായ ഏതാണ്ട് ഒരു 260ഓളം വർഷം നമ്മളെ കേരള ചരിത്രത്തിൽ തന്നെ പരാമർശിക്കുന്ന ഒരു തറവാടിൻ്റെ ഒരംഗം കൂടിയാണ്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ പ്രധാനമായും ജ്യോതിഷം, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, പൂജാ പരിപാടികളൊക്കെ ആയിട്ട് എന്നെ തന്നെ ഇപ്പോൾ കാണുന്ന പല ആൾക്കാർക്കും അറിയാം. അങ്ങനെ പല നാടുകളിലും ഞാൻ പൂജയ്ക്കായിട്ട് പോകുന്ന ഒരാളാണ്. കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ പയ്യന്നൂരിലുള്ള പെരിഗമന ജ്യോതിഷാലയം എന്നുള്ള ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു വളരെ നല്ല രീതിയിൽ എല്ലാ നാനാജാതി മതസ്ഥരും വന്ന് ജ്യോതിഷ കാര്യങ്ങൾക്കും മറ്റുള്ളതിനും വരുന്ന ആ ഒരു ഓഫീസിൽ വെച്ച് കഴിഞ്ഞ 3-ാം തീയതി ഈ തൂഫാൻ എന്നുള്ള പദ്ധതിയുടെ ഒരു റെയ്ഡ് ഉണ്ടായി. അതിനെ തുടർന്ന് 5 ഗ്രാമോളം കഞ്ചാവ് എൻ്റെ ഓഫീസിൽ നിന്ന് കണ്ടെടുത്തു എന്നും അതിനെ തുടർന്ന് ചെറിയൊരു പെറ്റി കേസിൽ എന്നെ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെയും എന്നെ വികൃതമായ രീതിയിൽ പ്രചരിപ്പിക്കാൻ അതിൻ്റെ ഒരു ശ്രമമുണ്ടായി. അങ്ങനെ തീർച്ചയായിട്ടും അതൊരു കെട്ടിച്ചമച്ച ഒരു വ്യാജ കേസായിട്ടാണ് എനിക്കതിനെ ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട DGPയെ കണ്ട് അതിനൊരു പരാതി ബോധിച്ചിട്ടുണ്ട്. ആ പരാതിക്ക് അടിസ്ഥാനമായി SP തലത്തിൽ അതിനെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതിൻ്റെ തുടർന്നാണ് ഞാൻ ഈ ഒരു മാധ്യമങ്ങളിലൂടെ എന്നെ വിശ്വസിക്കുന്ന 10,000-കണക്കിന് ആൾക്കാർ എൻ്റെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും മറ്റും എൻ്റെ ഫോളോവേഴ്സായിട്ടുള്ള 10,000-കണക്കിന് ആൾക്കാരോടുള്ള ആ ഒരു ഉത്തരവാദിത്തമാണ് എൻ്റെ സത്യാവസ്ഥ തെളിയിച്ച് കാണിക്കുക. അതിനാണ് ഞാൻ ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളുടെ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളത്. എങ്ങനെ എത്തി എന്നാണ് നിങ്ങൾ സംശയിക്കുന്നത്? എനിക്കിപ്പോൾ അത് സംശയിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞല്ലോ, ഈ 15ഓളം ദിവസങ്ങൾ മിക്കവാറും ഞാൻ ഇവിടെ ഈ പരിപാടിക്ക് പോകുമ്പോൾ ഉണ്ടാവാറില്ല. അപ്പോൾ ആരെങ്ങായിട്ട് കൊണ്ടൊക്കെ ഇല്ലാത്തതല്ല, സ്വാഭാവികമാണ്. അപ്പോൾ ഇന്നൊരു ടൗണിലാണ്, നിങ്ങൾക്കറിയാം. ശത്രുത എന്നുള്ളത് നോക്കൂ, ഞാനിപ്പോൾ ഈ ജ്യോതിഷം എന്ന് പറയുമ്പോൾ തന്നെ ഇന്നിത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ 2 അഭിപ്രായത്തിലുള്ള പല ആൾക്കാരുണ്ടാവും. ഞാനതിൽ വളരെ സത്യമായി ജ്യോതിഷശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്ന് കേരളത്തിൽ തന്നെ പല ജ്യോത്സ്യന്മാരുടെ പേരിലുള്ള പലതരത്തിലുള്ള കേസുകൾ നമുക്ക് മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശാസ്ത്രത്തിൽ നിന്നും വിഭിന്നമാവുന്നില്ല. എൻ്റെ അടുത്ത് അനവധിയായിട്ടുള്ള ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള അനവധി ആൾക്കാരാണ് എനിക്കുള്ള ക്ലെയിംസ്. അതിപ്പോൾ ഈ കാണുമ്പോൾ നിങ്ങൾക്കത് കളവ് പറയാൻ പറ്റില്ല. അന്ന് ഈ പ്രസ്തുത വിഷയത്തിലും അന്ന് ഒരു മുസ്ലിം സ്ത്രീയാണ് ഇവിടെ നോക്കാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജാതി മത വിഷയങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ജ്യോതിഷം എന്നുള്ള ശാസ്ത്രീയമായി 2 വർഷത്തോളം ഞാനവിടെ പഠിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് ജ്യോതിഷം. നിങ്ങളുമായി ബന്ധമില്ലാത്ത ഈ കഞ്ചാവ് അവിടെ എങ്ങനെ എത്തി? അതാണ് എനിക്ക് അറിയേണ്ടത്. ഇല്ലല്ലോ, അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. പോലീസ് എങ്ങനെയാ കൊണ്ടാക്കാൻ പറ്റുക? പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതാവാം എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. അടുക്കള ഭാഗം, അതിനൊരു റൂമുണ്ട്, ഒരു ഇരുട്ടായിട്ടുള്ള ഒരു റൂമാണ്, അതിനകത്തുനിന്നാണ് ഇത് കിട്ടിയ പറയുന്നത്. അതെനിക്കറിയില്ല, അവർക്കല്ലേ അറിയുള്ളൂ, അവർക്കാണല്ലോ. അതെ, അവർ നേരിട്ട് പോയി എടുക്കുകയാണ്. ഞാനിതില്ല, നിങ്ങൾ സെർച്ച് ചെയ്തോളൂ. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ലഹരിയായിട്ടുള്ള ഒന്നും കിട്ടാനില്ല, നിങ്ങൾ സെർച്ച് ചെയ്യൂ. അപ്പം ഞാൻ ആദ്യം പേടിക്കുന്ന ഒരു സ്ത്രീയാണ് അതിനകത്ത് ഇരിക്കുന്നത്, ഒരു 50ഓളം വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഇരിക്കുന്നത്. അവരോട് അപമര്യാദയായി പെരുമാറുകയാണ്. ഒരു സ്റ്റാഫേ ഉള്ളൂ, അന്ന് സ്റ്റാഫ് വന്നില്ല. അപമര്യാദ ഇനിയിപ്പോൾ അവർ സമ്മതിക്കോ അറിയില്ല. കാര്യം അവരാണ് ഇതിൽ തെളിവ് ഒപ്പിട്ടത്. ഇല്ല ഇല്ല ഇല്ല, ഇതിനകത്ത് ഈ കേസ് 5 ഗ്രാമും അങ്ങനെ എന്താണ് അവർ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് നേരത്തെ ഉള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണത്തിലായിരുന്നു. അവിടെ ഈ യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെ നിരന്തരം അവിടെ വരുന്നത് കൊണ്ട് ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആര് പറഞ്ഞു? അന്ന് ഈ കേസ് പറയാം. കാര്യം ഞാൻ അതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ഒരു സുഹൃത്ത് ബന്ധപ്പെട്ടപ്പോൾ അവിടെ എന്നെ പിടിക്കാൻ വന്നിട്ടുണ്ടെന്നും ഓടിപ്പോകാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും കൂടി ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്താണെന്നും കൂടി എനിക്കറിയണം. ഇല്ല, അതുകൊണ്ടാണ് ക്ലൈൻസ് അല്ലാത്ത ആരും വരില്ല. എൻ്റെ ബന്ധുക്കൾ, റിലേറ്റീവ്സ്, കുട്ടികളല്ലാതെ ആരും വരേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ്. നിങ്ങൾ ആരെയും സംശയിക്കുന്നത്? എന്താ നിങ്ങൾക്ക് എതിരെ അങ്ങനെ നീങ്ങാൻ ആരെങ്കിലും നിങ്ങളുടെ തന്നെ ആൾക്കാരുണ്ടോ? നിങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഏതെങ്കിലും പ്രവർത്തനത്തിൽ ആരെങ്കിലും പങ്കാളികളാണോ? അങ്ങനെ എന്തെങ്കിലും ഒരു സംശയങ്ങളുണ്ടോ? നോക്കൂ, അങ്ങനെ എനിക്ക് പൊതുസമൂഹത്തിൽ അങ്ങനെ പറയാൻ സാധിക്കില്ല. കാര്യം എൻ്റെ മേഖല ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും കാര്യം കൊണ്ട് എന്നെ ഇത്രയും പേര് സമീപിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഈ രാഷ്ട്രീയമായും വർഗീയമായും ജാതി മതമായിട്ട് പെടാത്ത ഒരാളായിരിക്കണം. അല്ലാതെ എന്നെ എല്ലാവരും, എല്ലാ സമൂഹത്തിലുള്ളവരും വരില്ല. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ആരെയും സംശയിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രസ്ഥാനത്തെയും എൻ്റെ തറവാടിനെയും ഇല്ലാണ്ടാക്കാൻ, കാരണം നിങ്ങൾ ഇന്നും അറിയാം, ഈ ലോക്കലായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ എല്ലാവർക്കും, അതൊന്നും എന്നെ പോലുള്ള ഒരാൾക്ക് അതൊന്നും ഒരു വിഷയമാക്കി കൊണ്ടു നടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങൾ, ഈ പരിസരത്ത് പാർക്കിങ്ങിൻ്റെതാവട്ടെ, അതൊന്നും ഇപ്പോൾ അവരുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. സത്യത്തിൽ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മറ്റ് അൺനെസസറി ആരും ഇവിടെ വരാനില്ല. ഏത് സമയത്തും നിങ്ങൾക്കിപ്പോൾ പയ്യന്നൂർ ടൗണിൽ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം ഇവിടെ ആരൊക്കെയാണ് ഒരു ദിവസം നിരീക്ഷിക്കൂ.
അവിടെ ആരും അങ്ങനെ കയറുന്ന കോമ്പൗണ്ട് അല്ല, അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. DGP കൊടുത്ത പരാതിയിൽ എന്തൊക്കെയാ പറയുന്നത്? ഇതിന്റെ സംശയങ്ങളാണ്, എനിക്കുള്ള സംശയങ്ങളാണ്. നിരപരാധിയാണെന്നുള്ള കാര്യമാണ്. അതെ, ഞാൻ നിരപരാധിയാണല്ലോ, അതിലിപ്പോ ആണെന്നുള്ള കാര്യമല്ല, നിരപരാധിയാണ്, അതിൽ സംശയമില്ല. ഇത് ഈ ഓപ്പറേഷൻ തൂഫാൻ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അല്ല, ഓപ്പറേഷൻ തൂഫാൻ നോക്കൂ, ഞാൻ എത്രയോ മാധ്യമങ്ങളിലും എൻ്റെ യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ലഹരിക്കെതിരെയും കുട്ടികളുടെ ഇന്നത്തെ ഈ വഴിവട്ട ജീവിതത്തെയും നിരന്തരം പ്രഭാഷണം ചെയ്യുന്ന ആളാണ്. ഞാൻ എങ്ങനെയാണ് തൂഫാനെ കുറിച്ചിട്ട് ഒരക്ഷരം ഞാൻ പറയില്ല, വളരെ നല്ലൊരു പദ്ധതിയാണ്. പക്ഷേ എന്നെ പോലുള്ള ആൾക്കാരോട് ശത്രുത മാറ്റാൻ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള സംശയം. പ്രൊഫഷണലി ആണ്, ഞാൻ 23 വർഷമായിട്ടുള്ളതാണ്, അത് കളവല്ല. ആവാം, അതിനിപ്പോ എനിക്കങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ആർക്കും ഇപ്പം ജ്യോത്സ്യന്മാർക്ക് എന്നെ വേണമെന്നില്ല, പക്ഷേ പ്രൊഫഷൻ എല്ലാവർക്കും ഉണ്ടല്ലോ, എല്ലാ തരത്തിലുള്ള പ്രൊഫഷനെയും ബാധിക്കുന്നുണ്ടാവാം. ആയിരിക്കാം അസൂയ കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യണമെന്നില്ല. നിയമ പോരാട്ടം നിരപരാധിത്വം തെളിയിക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുപോകും. അതെ, നിയമ പോരാട്ടത്തിന്റെ അധിക സാധ്യതയില്ല. ഇത് കേസ് വളരെ ചെറുതാണ്, പക്ഷെ എന്നെ അപമാനിക്കാൻ ഇതിനെ അവർ മുതലെടുത്തു. അതാണ് ഇതിനകത്തെ സത്യാവസ്ഥ. നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ഏതൊക്കെ തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ്? അല്ല, ഞാൻ മുറുക്കലൊക്കെ ഉണ്ട് വല്ലപ്പോഴും നമ്പൂരിമാരിലെ സമ്പ്രദായത്തിലല്ലാണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഉള്ളത് നിങ്ങളോട് പറയുമ്പോൾ പിന്നെ കഴിഞ്ഞില്ലേ, നിങ്ങളുടെ മുന്നിലല്ലേ ഞാൻ ജീവിക്കുന്നത്. ആളുകൾ എന്നെ അറിയാത്തവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, മറ്റല്ലാതെ ഒരിക്കലും തെറ്റിദ്ധരിച്ചിട്ടില്ല. എൻ്റെ യൂട്യൂബിലൊക്കെ നിങ്ങൾ കയറി നോക്കാം, എൻ്റെ ഫേസ്ബുക്കിൽ നോക്കാം, ഒരു കമന്റ് പോലും മോശമായി വന്നിട്ടില്ല. അതിനർത്ഥം അതാണ്. ഇത് കള്ളക്കേസ് ആണെങ്കിൽ അതിന് പിന്നിൽ ആരൊക്കെ ഉണ്ടാവില്ല, അവരെ കണ്ടെത്തണം, അല്ലെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ആഗ്രഹം കൂടി ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇത്രയും മെനക്കെട്ടത്. എനിക്ക് എൻ്റെ സത്യാവസ്ഥ അറിയണം, അതിനൊക്കെ ഉപരി അതാണ്. കാരണം ഇന്നിപ്പോൾ തെളിയിക്കപ്പെടാത്ത കേസുകളായി മാറിയത് കൊണ്ടോ നിയമത്തിൻ്റെ മുകളിൽ ഞാൻ കുറേ ആൾക്കാരെ ദ്രോഹിച്ചത് കൊണ്ടൊന്നും എനിക്കതിന് ഉത്തരമില്ല. എൻ്റെ സമൂഹത്തിൽ ഞാൻ ഒരു ഉപാധികളില്ലാതെ ജനങ്ങളെ ആശ്രയിച്ച് സത്യസന്ധമായും ആത്മാർത്ഥമായും ചെയ്ത എൻ്റെ തൊഴിലിനെ അടക്കമാണ് ഇതിൽ ഭേദിച്ചത്. ഇന്നിതിലിപ്പോൾ ആർക്കൊരു പരാതിയില്ല, എനിക്കൊരു സംഘടനകൾ എനിക്ക് വേണ്ടിയിട്ട് വന്നിട്ടില്ല, ഒരു 10 ആൾക്കാരെങ്കിലും എന്നോട് വന്നിട്ടില്ല. എൻ്റെ എടുത്തു വന്ന് ജ്യോതിഷത്തിലും പൂജയിലും നേടിയിട്ട് ഒരുപാട് പേര് മനസമാധാനത്തോടെ, ഒരുപാട് കുടുംബങ്ങൾ ഈ എൻ്റെ ജ്യോതിഷ കൺസൾട്ടിലൂടെ അവരുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ട് ജീവിക്കുന്നുണ്ട്. അതിൽ പോലീസ് ഉദ്യോഗസ്ഥർ വരെയുണ്ട് എൻ്റെ ക്ലയൻസ്. ഈ സംഭവത്തിന് ശേഷം എന്താ ഉണ്ടായത് നിങ്ങളുടെ ജീവിതത്തിൽ? എൻ്റെ ജീവിതത്തിൽ പിന്നെ എന്തൊക്കെ ഉണ്ടാവാനുള്ളത്? ഇനി അമേരിക്കയിൽ നിന്നും നൈജീരിയയിലൊക്കെയുള്ള എൻ്റെ ക്ലയൻസൊക്കെ വിളിച്ചിട്ടാണ്, അവരൊക്കെ സത്യാവസ്ഥ അറിയുന്നവരാണ്. അവരൊക്കെ ഇതിൽ ഒരിക്കലും എന്നെ പെടുത്തിയതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എനിക്ക് വന്ന പകുതിയിലധികം കമൻറ്റ്.